من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يوفون بالنذر ويخافون يوما كان شره مستطيرا റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായി വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ ജീവിതത്തിൽ പകർത്തി പൂർണ്ണ മാതൃകയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിയായ വിഷയങ്ങളിൽ യാതൊരു അനാഥത്വവും മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കേണ്ടതില്ല. കാരണം ദീനിയായ സർവ വിഷയങ്ങളും പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പൂർണ്ണമായ ദീനിലേക്ക് ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുവീൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ജീവിതത്തിൽ ഉൾക്കൊള്ളുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. അതിൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് ആരാധനകളുമായി ബന്ധപ്പെട്ട്, ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് അബദ്ധങ്ങൾ പറ്റാതിരിക്കുക എന്നത്. ഉദാഹരണമായി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നേർച്ച എന്നത്. അതിനെക്കുറിച്ചുള്ള ഭാഗികമായ വിവരങ്ങൾ, തെറ്റായ വിവരങ്ങൾ, അങ്ങനെ മുസ്ലിം സമൂഹത്തിലും പലരും പല തട്ടിലാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സത്യമായ വിവരമില്ലാതെ വരുമ്പോൾ ആ വിഷയത്തിൽ അബദ്ധങ്ങളിൽ ചെന്ന് പെട്ടുപോവുക എന്നത് സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആനിൽ 76-ാം അധ്യായമായ സൂറത്തുൽ ഇൻസാനിൽ ഇന്ന് രാവിലെ, വെള്ളിയാഴ്ച രാവിലെകളിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹ് ജമാഅത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ പാരായണം ചെയ്തു വരുന്ന ഒരധ്യായമാണ് സൂറത്തുൽ ഇൻസാൻ. അതിന്റെ ആദ്യ ഭാഗത്ത് സ്വർഗവാസികളുടെ പ്രത്യേകത പറയുന്നിടത്ത് കാണാം, യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അവർ സത്യവിശ്വാസികൾ നേർച്ചയെ നിറവേറ്റുന്നവരാണ്. നമുക്ക് എന്തു മനസ്സിലായി? നേർച്ച എന്ന ഒരു സംഗതി തന്നെ ഇസ്ലാമിൽ ഇല്ലെങ്കിൽ എന്തിനാണ് സത്യവിശ്വാസികളുടെ പ്രത്യേകതയായി നേർച്ചയെ നിറവേറ്റുന്നവർ എന്ന് പറഞ്ഞത്? മാത്രമല്ല അത് ചേർത്ത് പറഞ്ഞത് വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടും.
ആ ദിവസത്തിന്റെ പ്രത്യേകത തിന്മ പടർന്നു പിടിക്കുന്ന ഒരു ദിവസം, അഥവാ ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്നവരും ആകുന്നു അവർ എന്നാണ്. അപ്പോൾ വളരെ വ്യക്തമായി നേർച്ച ഇസ്ലാമിലുണ്ട്. നേർച്ച ഇല്ലെന്നോ നേർച്ച പാടില്ലെന്നോ എന്നൊന്നും ഒറ്റയടിക്ക് വിശദീകരിക്കാതെ നമുക്ക് പറയാൻ സാധ്യമല്ല എന്നർത്ഥം. എന്താണ് നേർച്ച? സാങ്കേതികമായി പറയുമ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് മഹാന്മാരായ സഹാബത്ത് അവരുടെ ജീവിതത്തിൽ പകർത്തിയത് മനസ്സിലാക്കുമ്പോൾ ഐച്ഛികമായ ഒരു കാര്യത്തെ, സുന്നത്തോ പുണ്യകരമായ ഒരു കാര്യത്തെ ഒരു സത്യവിശ്വാസി അവന്റെ പരലോകത്തിന് വേണ്ടി ഞാനത് നിർബന്ധമായും ചെയ്യും. നിർബന്ധമായി ചെയ്യേണ്ടതല്ല. ളുഹർ നമസ്കാരം നേർച്ചയാക്കാൻ പറ്റില്ല, കാരണം ളുഹർ നമസ്കാരം നിർബന്ധമായി ചെയ്യേണ്ടതാ. റമദാനിലെ നോമ്പ് ഒരാൾക്ക് നേർച്ചയാക്കാൻ ചെയ്യേണ്ടതില്ല, കാരണം റമദാനിലെ നോമ്പ് സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ്. എന്നാൽ സുന്നത്തായ ഒരു കാര്യം, ഐച്ഛികമായ ഒരു കാര്യം, ആ കാര്യം ഒരു സത്യവിശ്വാസിക്ക് അവന് തന്നെ നിർബന്ധമാക്കുന്നു. അതിനാണ് നേർച്ച എന്ന് പറയുക. ഉദാഹരണം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, വരാനിരിക്കുന്ന തിങ്കളാഴ്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഒരു സുന്നത്ത് നോമ്പുണ്ട്. ഒരാൾ പറയുകയാണ്, അടുത്ത തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് ഞാൻ നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കും. എനിക്ക് കൂലി കിട്ടാൻ, എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യും? തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് നിർബന്ധം. ഒരാൾ പറയാണ്, ഈ അടുത്ത മാസത്തെ 4 തിങ്കളാഴ്ചത്തെ ഈ സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കും, അല്ലെങ്കിൽ ഇനി എന്റെ ജീവിതാവസാനം വരെ എല്ലാ തിങ്കളാഴ്ച നോമ്പും ഞാൻ നോൽക്കും എന്ന് പറയുന്നതോടുകൂടി ആ വ്യക്തിക്ക് റമദാനിലെ നോമ്പ് പോലെ നിർബന്ധമായി തിങ്കളാഴ്ചകളിലെ നോമ്പ്. തിങ്കളാഴ്ചകളിലെ നോമ്പ് നിർബന്ധമല്ല, എന്നാൽ ഒരു വ്യക്തി നേർച്ചയാക്കുന്നതോടുകൂടി ആ വ്യക്തിക്ക് തിങ്കളാഴ്ചയിലെ നോമ്പ് നിർബന്ധമാകും. നമുക്കൊരു ആടിനെ, ഒരു മാടിനെ, ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ജനങ്ങൾക്ക് വിതരണം ചെയ്യാം. ബലിയറുത്ത് മാംസം വിതരണം ചെയ്യുന്ന കൂലി നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരാൾ അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കുന്നു, ഞാൻ റമദാൻ 1 എന്റെ വക ഒരു മാടിനെ അറുത്ത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഞാൻ ആ മാംസം വിതരണം ചെയ്യും. അയാൾ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായും ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി, നേർച്ച എന്ന് പറഞ്ഞാൽ പുണ്യകരമായ സുന്നത്തായ ഒരു കാര്യത്തെ ഒരു സത്യവിശ്വാസി തനിക്കു വേണ്ടി പരലോകത്ത് കൂലി കിട്ടാൻ വേണ്ടി അത് നിർബന്ധമായി പടച്ചവനോട് പ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് നേർച്ച എന്ന ഐറ്റത്തിലേക്ക് വരും. അപ്പോൾ നേർച്ചയുണ്ട്. ഇനി നേർച്ചയുടെ കാര്യങ്ങളിൽ തന്നെ വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ചയുണ്ട്. എന്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന രൂപത്തിൽ നേർച്ചയെ, എന്റെ ഭാര്യയുടെ, എന്റെ മകളുടെ പ്രസവം എളുപ്പത്തിൽ നടന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, വ്യവസ്ഥ വെക്കാതെയുള്ള നേർച്ചകൾ. നേരത്തെ നാം പറഞ്ഞതുപോലെ ഒരാള് നേരത്തെ ഏതെങ്കിലും ഒരു സൽക്കർമ്മ അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കുന്നു. അങ്ങനെ വ്യവസ്ഥ വെച്ചുകൊണ്ടും വ്യവസ്ഥ വെക്കാതെയുമുള്ള നേർച്ചകളുണ്ട്. വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ചകളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പണ്ഡിതന്മാർ ക്രോഡീകരിച്ചു പറയുന്നത്, അത് കറാഹത്താകുന്നു എന്നതാണ്. അത് വെറുക്കപ്പെട്ട കാര്യമാണ്. അതെന്താണ്? പടച്ചോന് വേണമെങ്കിൽ എന്റെ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഫുൾ A+ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു സൽക്കർമ്മം ചെയ്യും. പടച്ചോൻ എന്റെ ഭാഗത്ത് ഒരു സൽക്കർമ്മം കിട്ടണമെങ്കിൽ ഫുൾ A+ കൊടുത്തോ എന്ന രൂപത്തിൽ ആ ഒരു ഇബാദത്തിനെ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക എന്നതുകൊണ്ട് തന്നെ അത് കറാഹത്തായിട്ടുള്ള നേർച്ചയായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നേർച്ച നേരുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആളുകൾക്ക് ഇബാദത്തുകൾ ചെയ്യാം, എന്നാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷേ നേർച്ച ദുന്യവിയായ കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിക്കേണ്ടതില്ല എന്നതും കാണാം. മാത്രമല്ല, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻദുറു ഫഇന്ന അൻ-നദറ ലാ യുഗ്നി മിനൽ ഖദരി ഷൈഅൻ വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. നിങ്ങൾ നേർച്ച നേരരുത്, തീർച്ചയായും നേർച്ച ഖദറിൽ നിന്ന് യാതൊന്നിനെയും അധീനപ്പെടുത്തുന്നില്ല, അതുവഴി പിശുക്കന്റെ ധനം പുറത്തെടുക്കാമെന്ന് മാത്രം. മുസ്ലിമിലെ 1640 ഹദീസിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നേർച്ച നേർന്നു എന്നതുകൊണ്ട് പിശുക്കന്റെ അടുത്ത് നിന്ന് ധനം പുറത്തു വരിക എന്നതല്ലാതെ ദുനിയാവിൽ വേറൊന്നും സംഭവിക്കൂല. അപ്പോ
കാര്യങ്ങൾക്ക് വേണ്ടി, കാര്യം സാധിക്കുവാൻ വേണ്ടി നേർച്ച നേരുക എന്നത് ശരിയല്ല എന്ന് ഈ മുസ്ലിം ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നു. ഇനി ഒരാൾ നേർച്ച നേർന്നാലോ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജാഹിലിയ്യ കാലത്ത് അഥവാ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മസ്ജിദുൽ ഹറാമിൽ ഏത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി നിയ്യത്താക്കിയിരുന്നു. ഇപ്പൊ ഞാൻ അത് വീട്ടേണ്ടതുണ്ടോ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും നീ നിന്റെ നേർച്ചയെ നിറവേറ്റുക. ശരിക്കും മനസ്സിലാക്കണം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പാണ്. അന്നും അവർക്കും മസ്ജിദുൽ ഹറാം ഉണ്ട്, അവരും അതിനെ ആദരിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലായിരുന്നു മസ്ജിദുൽ ഹറാം, മക്കയിലെ മുശ്രിക്കുകളുടെ കയ്യിലായിരുന്നു അതിന്റെ പരിചരണം. അതിൽ 300-ൽ പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹറമിനെ ശുദ്ധീകരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന അതേ ആദർശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് റസൂലുള്ളാഹിയോട് ബദറിൽ വെച്ച്, ഉഹദിൽ വെച്ച്, ഖന്തക്കിൽ വെച്ച്, ഹുനൈനിൽ വെച്ച് യുദ്ധം ചെയ്ത മക്കയിലെ മുശ്രിക്കുകൾക്ക് ഹജ്ജുണ്ട്, അവർക്ക് ഉംറയും ഉണ്ട്. ഹജ്ജും ഉംറയും ഒക്കെ അവരാണ് അവിടെ നിയന്ത്രിച്ചത്, അതിലാർക്കും തർക്കമില്ല. നമുക്ക് കാണാൻ പറ്റും ഹദീസ് ഗ്രന്ഥങ്ങളിൽ അവർ നിർവഹിച്ച ആ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ നിർവഹിച്ച തൽബിയത്ത് കാണാൻ പറ്റും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന് വ്യത്യസ്തമായി ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ കൂട്ടിച്ചേർത്തു. നമ്മൾ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹജ്ജിന് പോകുന്നു, ഉംറക്ക് ചെയ്യുന്നു. നമ്മൾ മീഖാത്തിലെത്തുമ്പോൾ വിമാനത്തിൽ നിന്ന് ഒരു അറിയിപ്പ് തരും, മീഖാത്തിലെത്തിയിരിക്കുന്നു എന്നൊരു അറിയിപ്പ് തരും. അങ്ങനെ അറിയിപ്പ് തരുന്നില്ലെങ്കിൽ അതിന്റെ വിമാനത്തിലെ ജീവനക്കാരോട് പറഞ്ഞാൽ മതി, ഞാൻ ഇങ്ങനെ ഉംറക്ക് പോവുകയാണ്, അതുകൊണ്ട് മീഖാത്തിലെത്തുമ്പോൾ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും മീഖാത്തിലെത്തി. എത്തിയ ഉടനെ ആ നിമിഷം മുതൽ നമ്മൾ പറയേണ്ടതാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. എപ്പോഴാ തുടങ്ങേണ്ടത്? മീഖാത്തിലെത്തുമ്പോൾ. സ്വാഭാവികമായും നമുക്ക് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കാൻ വിമാനത്തിൽ വെച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് കണ്ണൂർ എയർപോർട്ടിലാണെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ട് ആളുകൾ എന്ത് ചെയ്യും? ആ ഡ്രസ്സ് ധരിക്കും. അവിടുന്ന് അങ്ങ് തൽബിയത്ത് തുടങ്ങും. അവിടുന്ന് തൽബിയത്ത് തുടങ്ങേണ്ടതില്ല. മാത്രമല്ല, ചില ആളുകൾ തൽബിയത്ത് ചൊല്ലി ക്ഷീണിച്ചു പോകും. അപ്പൊ ഇന്നത്തെ അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവർക്ക് ആരോഗ്യം പോലും ഉണ്ടാവില്ല ചെല്ലാൻ. അതുകൊണ്ട് തൽബിയത്ത് ചെല്ലേണ്ടത് എയർപോർട്ടിൽ വെച്ചല്ല, മറിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാം സൗകര്യത്തിന് വേണ്ടി. എന്നാൽ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തീർച്ചയായും മീഖാത്തിൽ വെച്ചാണ്. അപ്പോൾ ആ ഒരു സമ്പ്രദായം ഇസ്ലാമിനെ എതിർത്ത മക്കയിലെ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നു. അവരും കഅബാലയം പരിപാലിച്ചവരാണ്. കഅബാലയത്തിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം വെച്ചവരാണ്. ഇസ്മായിൽ നബിയുടെ ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ വിഗ്രഹം വെച്ചവരാണ്. അവരും ഉംറ ചെയ്യുമ്പോ, അവരും ഹജ്ജിന് വരുമ്പോ ഇതേ കാര്യം പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അത്രയും മുസ്ലിങ്ങളും മുശ്രിക്കുകളും സമമാണ്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. പിന്നെ അവർ കൂട്ടിച്ചേർത്തത് എന്താണ്? അതാണ് ഇന്ത്യയിലെ ബഹുദൈവ വിശ്വാസികളും മക്കയിലെ ബഹുദൈവ വിശ്വാസികളും എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം. അതാണ് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഒരു പങ്കുകാരൊഴികെ, പടച്ചോനെ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, അതാ ഇസ്ലാം പറയുന്നത്. അവര് കൂട്ടിച്ചേർത്ത് ഒരു പങ്കുകാരൊഴികെ ഹുവ ലക്, അത് നിന്റേതാണ്. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കുന്നുണ്ട്. ഇസ്മായിൽ നബിന്റെ വിഗ്രഹത്തിനെടുത്ത് പോകുന്നു, അത് നിന്റേതാണല്ലോ, ഇബ്രാഹിം നബി നിന്റേതല്ലേ. തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ്. നീ കൊടുക്കാത്ത ഒരു കഴിവ് ആർക്കില്ല? ഇബ്രാഹിം നബിക്കില്ല. അത് ഇബ്രാഹിം നബിയെ കാക്കണേന്ന് മക്കയിലെ മുശ്രിക്ക് വിളിക്കുമ്പോ ഇബ്രാഹിം നബി സ്വയം ഒരു പടച്ചോനങ്ങൾക്ക് വിശ്വാസമല്ല. ഇബ്രാഹിം നബി പടച്ചോന്റെ മഹാനായ ഒരു വലിയാണ്. ആ ഇബ്രാഹിം നബിയുടെ മുഴുവൻ കഴിവ് അള്ളാഹ് കൊടുത്ത കഴിവാണ്. അപ്പോ റസൂൽ പറഞ്ഞ ആ ഭാഗം പറ്റില്ല, ആ ഭാഗം പറ്റില്ല. അള്ളാഹു അവന്റെ ഒരു കഴിവ് ഒരാൾക്കും കൊടുക്കില്ല. അതുകൊണ്ട് ആ ഭാഗം ഒഴിവ്. അവിടെയാണ് അവർ വിയോജിച്ചത്. ഹറമിൽ വരണോ വരേണ്ട ഒരു അഭിപ്രായ വ്യത്യാസമല്ല, ഹജ്ജ് ചെയ്യണോ ചെയ്യേണ്ട അഭിപ്രായ വ്യത്യാസമല്ല, അത് അവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഹജ്ജ് ശരിയല്ല, നിങ്ങളുടെ ഉംറ ശരിയല്ല. കാരണം നിങ്ങൾ പടച്ചവനിൽ പങ്കു ചേർക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയെ നിങ്ങൾ പടച്ചവനിലേക്ക് പങ്കു ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഈ തരത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു ആശയത്തിലായിരുന്നു മുമ്പുണ്ടായിരുന്നത്.
കഅബ പരിപാലിച്ചു കൊണ്ടിരുന്ന, വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ സമൂഹത്തിന് മാറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി എതിർത്ത മഹാനായ ഉമർ ബിൻ ഖത്താബ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇസ്ലാമിലേക്ക് കടന്നത് യഥാർത്ഥ ഹജ്ജും യഥാർത്ഥ ഉംറയും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറയാ, ഞാൻ ജാഹിലിയ്യ കാലത്ത്, എനിക്കിതൊന്നും മനസ്സിലാവാത്ത ഒരു കാലത്ത് ഞാൻ ഒരു നേർച്ച നേർന്നിരുന്നു. അവർക്ക് ഈത്തിക്കാഫ് ഉണ്ട്, അന്ന് ഈത്തിക്കാഫ് ഉണ്ട്. ഞാൻ മസ്ജിദുൽ ഹറാമിൽ ഈത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിരുന്നു. അത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഔഫി ബിനദിരിക്, നീ നിന്റെ നേർച്ചയെ നിറവേറ്റുക. എന്താ അനുവാദം കൊടുക്കാൻ കാരണം? പുണ്യകരമായ ഒരു കാര്യത്തിനാണ് നേർച്ച. അന്നത് പുണ്യമല്ല. കാരണം അന്ന് ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബി വിഗ്രഹത്തിന്റെ മുമ്പിലാ ഭജന ഇരിക്കുന്നത്. അതൊക്കെ അവിടുന്ന് ഒഴിവാക്കി യഥാർത്ഥ ഈത്തിക്കാഫ് അപ്പൊ അവിടെ ഉള്ളത്. അതുകൊണ്ട് അന്ന് നേർച്ചയാക്കിയത് ഉമർ, ഫഔഫി ബിനദിരിക്, നിന്റെ നേർച്ച നിനക്ക് പൂർത്തിയാക്കാം എന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാൾ നേർച്ചയാക്കി, പക്ഷെ ആ നേർച്ച നിറവേറ്റാൻ കഴിയാതെ ആ വ്യക്തി മരണപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ആ നേർച്ച നിറവേറ്റാം. ഇത്ര യത്തീം കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുക്കും എന്ന് നമ്മുടെ ഉമ്മ നേർച്ചയാക്കിയായി നമ്മൾ കേട്ടു. ഉമ്മ മരിച്ചുപോയി എങ്കിൽ നമുക്ക് ആ നേർച്ച നിറവേറ്റാം. അപ്പോൾ നേർച്ച ഉണ്ട്. നേർച്ച ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ച കറാഹത്തായ കാര്യമാണ്. ഒരു കാര്യം സാധിക്കാൻ വേണ്ടി, എന്റെ മോളെ പ്രസവം ഇത്ര ദിവസമാണ്, അതുകൊണ്ട് ഞാൻ 3 ദിവസം നോമ്പുൽക്കാണ് ആ പ്രസവം എളുപ്പമായി കിട്ടാൻ. ഇബാദത്താണല്ലോ നേർച്ച. നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് എന്തിനു വേണ്ടിയാണ്? ഇബാദത്തുകൾ മുഴുവൻ എന്തിനു വേണ്ടിയാണ്? യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് എടുക്കണം. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇബാദത്ത്. നരകമാകുന്ന മഹാവിപത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ഇബാദത്ത്. ആ ഇബാദത്തിൽപ്പെട്ടതാണ് നേർച്ചയും. അപ്പൊ നമ്മുടെ ഈ ചെറിയ കാര്യത്തിനും ആ പ്രസവം എളുപ്പമാകാൻ വേണ്ടി, ഒരു A+ കിട്ടാൻ വേണ്ടി ഇതിനൊന്നും ചെറുതാക്കി കൊണ്ടുവരേണ്ടതല്ല നേർച്ച എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സംശയം, ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞത് ശരി, മോള് പ്രസവ റൂം കുത്തിരിക്കുമ്പോ പുറത്ത് നേർച്ച നേരണ്ട, സമ്മതിച്ചു, എന്റെ മോളെ പ്രസവം നീ എളുപ്പാക്കണേ പഠിച്ചോനെ, അങ്ങനെയാണെങ്കിൽ ഒരു ചാക്കരി ഞാൻ ഇന്ന സ്ഥലത്ത് കൊടുക്കും, ആ നേർച്ചയാണ് കറാഹത്താണെന്ന് പറഞ്ഞത്. അത് പറ്റൂല എന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യണം? അവിടെയാണ് 3 ആളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയി. ആ ഗുഹയിൽ അകപ്പെട്ടു പോയ ആളുകളുടെ പുറത്ത് വലിയ പാറക്കല്ല് വന്ന് വീണ് അണഞ്ഞപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അവിടെ അവർ ചെയ്ത ശരിയായ ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം നേർച്ചയായിരുന്നില്ല. ആ ഗുഹയിൽ അകപ്പെട്ടും പാറക്കല്ല് കൊണ്ട് മൂടി, ഒരു രക്ഷയില്ല പുറത്തു കിടക്കാൻ. ഇതാരാ പറയുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അവര് ശൂറ കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 3 പേരും കൂടി കൈകൊണ്ട് ശക്തമായി തള്ളിയാൽ ഈ പാറക്കല്ല് നീങ്ങില്ല, നമ്മുടെ അവസാനം ഇവിടെ തന്നെയായിരിക്കും, നമുക്ക് രക്ഷപ്പെടണം. അവർ ശൂറ ചെയ്തു. എന്നിട്ട് അവർ തീരുമാനിച്ചു, നമുക്ക് തവസ്സുലാക്കാം. അപ്പോൾ നേർച്ചയല്ല അവിടെ വേണ്ടത്, തവസ്സുലാണ്. എന്താ തവസ്സുൽ എന്ന് പറഞ്ഞാൽ? തവസ്സുലിൽ അവർ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. തവസ്സുലിൽ അവർ ചെയ്ത ഇനം എന്ന് പറയുന്നത്, അവർ ആ ഗുഹക്കുള്ളിൽ അകപ്പെട്ടു പോകും മുമ്പ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഒരാൾ പ്രാർത്ഥിച്ചു, പടച്ചവനെ, എന്റെ മാതാപിതാക്കൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പലപ്പോഴും അവർ മയങ്ങിയിട്ടുണ്ടാകും. എന്റെ കുരുന്നുകൾ വിശന്ന് കരയുമ്പോഴും എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമാണ് എന്റെ കുട്ടികൾക്ക് പോലും ഞാൻ ഭക്ഷണം കൊടുത്തു. പടച്ചവനെ, അത് നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതൊരു ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനമായി നീ കാണുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പരിചരിച്ചത് ഞാനിങ്ങനെ ഒരു ഗുഹന്റെ ഉള്ളിൽ പെട്ടുവാൻ സാധ്യതയുണ്ട് അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ അല്ല. മാതാപിതാക്കളെ പരിചരിച്ചത് പരലോകത്ത് രക്ഷപ്പെടാനാണ്. പരലോകത്ത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമാണ് അമല് ചെയ്തത്. ആ അമല് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എടുത്തു പ്രാർത്ഥിക്കാം. നമ്മുടെ കയ്യിൽ ഒന്നും സ്റ്റോക്ക് ഇല്ലെങ്കിൽ അപ്പ അമൽ ഉണ്ടാക്കേണ്ടി വരുന്നത്. ഒന്നും എടുത്ത് പ്രാർത്ഥിക്കാനില്ല, എന്നാ പിന്നെ ഒരു ചാക്ക് കിടക്കട്ടെ എന്ന് എത്തിക്കാനെനിക്ക് അങ്ങനെ അപ്പോൾ കൊടുക്കേണ്ടതല്ല. നേരത്തെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വേണം.
മറ്റൊരാൾ പ്രാർത്ഥിച്ചത്, പടച്ചവനെ ഞാൻ ഒരു വ്യഭിചാരം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി. എല്ലാവരും സഫ് ഒന്ന് ശരിയാക്കുക, ഒന്ന് മുന്നോട്ടിരിക്കുക. ഈ ഊരവേദന ഉള്ള ആൾക്കാർ മാത്രം ചാരിയിരിക്കുക, അല്ലാത്തവരൊക്കെ ഒന്ന് മുന്നോട്ടിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണല്ലോ. മലക്കയുടെ ദുആ നമുക്ക് കിട്ടും. അള്ളാഹു നമ്മുടെ ജുമാ സ്വീകരിക്കുമാറാകട്ടെ. കുട്ടികളൊന്ന് മുന്നോട്ട് സഫിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ അടുത്ത് അമലുകൾ സ്റ്റോക്ക് ഇല്ലാത്ത സമയത്താണ് അപ്പോൾ അമലുകൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. അപ്പോ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നേർച്ചയല്ല വേണ്ടത്, തവസ്സുലാണ് വേണ്ടത്. ഉദാഹരണമായി നമ്മൾ പരീക്ഷാ ഹാളിലാണ്, ഇപ്പോൾ പേപ്പർ ഇതും പിന്നെ അതിന് മുമ്പുള്ള അല്പസമയം നമ്മുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പൊ പടച്ചവനെ ഈ പരീക്ഷ എളുപ്പമായി കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കാണ്, പടച്ചവനെ ഇന്നൊരു സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഞാൻ കാത്തു നിൽക്കുമ്പോ ഒരു അപകടം പറ്റി, എനിക്ക് വേണമെങ്കിൽ ബസ് കയറി എന്റെ നാട്ടിലേക്ക് പോകാം. ഞാൻ ഓടിച്ചെന്ന് ആ രക്തത്തിൽ കുളിച്ച വ്യക്തിയെ കാറിലേക്ക് കയറാൻ സഹായിച്ചു. ആരും തയ്യാറാകത്തപ്പോ ഞാൻ അതിൽ കയറിയിരുന്നു. പടച്ചവനെ ആരാന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ് അയാളുടെ ജീവൻ രക്ഷപ്പെടാൻ കാരണമായത് പോലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ ആ സൽക്കർമ്മം ഞാൻ ചെയ്തത് നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ, അതുകൊണ്ട് എന്റെ ഈ പരീക്ഷ എളുപ്പാക്കി തരണേ. അതാ വേണ്ടത്. നമ്മൾ ആ കാറിൽ കയറി പരീക്ഷ എളുപ്പാക്കാനാ അല്ല, നമ്മുടെ ബാധ്യത നിർവഹിച്ച പരലോകത്ത് രക്ഷപ്പെടാനാ. പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം ദുന്യവിയായ ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് തവസ്സുൽ. അപ്പോൾ നേർച്ചയുണ്ട്, കണ്ടീഷൻ വെച്ചുള്ള നേർച്ചയില്ല. നമ്മുടെ ഉമ്മമാർക്ക്, പഞ്ഞന്മാർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഇബാദത്തിനെ കൊച്ചാക്കരുത്, ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നേർച്ച എന്ന രൂപത്തിൽ വരരുത്. മറിച്ച് നമ്മൾ പരലോകത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന്. മറ്റൊന്ന്, നമ്മൾ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. അവിടെ ഒരാൾ ചെയ്തത് അതാണ്. ഒരു വ്യക്തി വ്യഭിചാരത്തിനുള്ള വൃത്തികേടിനുള്ള അവസരം കിട്ടി. പക്ഷേ ആ സ്ത്രീ അയാളോട് പറഞ്ഞു, ഇത്തഖില്ല, നീ പടച്ചോനെ സൂക്ഷിക്കണം. അയാൾ ആ തെറ്റായ ലൈംഗികമായ തെറ്റിന് വിട്ടുനിന്നു. എന്നിട്ട് പടച്ചോന്റെ പറയാ, പടച്ചോനെ ആ ഒരു സമയത്ത് ഒരു കുട്ടിയും കാണാനില്ലാത്ത സമയത്ത് സുന്ദരമായ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടും ഞാൻ അത് ഒഴിവാക്കിയത് നിന്നെ ഭയപ്പെട്ടത് കൊണ്ടാണ്. അതൊരു ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനമായി നീ കാണുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടുന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, പാറക്കല്ല് നീങ്ങി. അപ്പൊ എന്താ രണ്ടാമത്തെ തവസ്സുൽ? തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുക. ഈ സ്ഥാനത്താണ് നമ്മൾ നേർച്ചയെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് നേർച്ച എന്ന് പറയുന്നത് ഇസ്ലാമിലുണ്ട്, അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ചകൾ കറാഹത്താണ് എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ദീനിയായ കാര്യങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരങ്ങളെ, ഇസ്ലാമും നേർച്ചയും തമ്മിലുള്ള ബന്ധമാണ് നാം മനസ്സിലാക്കിയത്. നേർച്ച ഉണ്ടെന്നും അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണെന്നും ആ നേർച്ച എന്ന് പറഞ്ഞാൽ പുണ്യകരമായ സുന്നത്തായ ഒരു കാര്യത്തെ നമ്മുടെ പരലോകത്തിന് വേണ്ടി ഞാൻ ചെയ്യും എന്ന് നിർബന്ധമാക്കിയാൽ അത് ചെയ്യൽ നിർബന്ധമാണ് എന്നും നാം മനസ്സിലാക്കി. അതോടൊപ്പം വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള നേർച്ച വെറുക്കപ്പെട്ടതാകുന്നു എന്നും നാം മനസ്സിലാക്കി. ഈ നേർച്ച തന്നെ നമ്മൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ഇതേ നേർച്ച കാരണമാകും. നേർച്ച തെറ്റിപ്പോയാൽ ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാതെ നരകത്തിൽ നിത്യവാസികളായി പോകാൻ കാരണമായി തീരും ഈ നേർച്ച വഴി തെറ്റി. അതായതാണ് നേർച്ച. ആ നേർച്ച മക്കയിലെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ചെയ്ത നേർച്ചയാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ചെയ്ത നേർച്ചയാണ്. നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് ആർക്കാ കൊടുക്കേണ്ടത്? ഇബാദത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഒരു സംശയവുമില്ല, ഇബാദത്ത് പടച്ചോനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിന് നേർച്ച നേരുക. അങ്ങനെ പടച്ചോന് നേർച്ചയാക്കുക. ഒരു കോഴിയെ അള്ളാഹ് അങ്ങനെ നേർച്ച ആകാശത്തേക്ക് വർത്തിക്കല അല്ല. ആ കോഴി ഇൻഷാ അല്ലാഹ്, ഈ കോഴി വലുതായിട്ട് ഒരു പെരുന്നാൾ ദിവസം പോലും ഒരു മാംസം കഴിക്കാൻ കഴിവില്ലാത്ത ഇന്ന ഭാഗത്തുള്ള ഒരു ഉമ്മയും ഒരു മകളും മാത്രമുള്ള ആ വീട്ടിൽ പെരുന്നാൾ ദിവസം അതിരാവിലെ ബിസ്മി ചൊല്ലി അറുത്ത് തോല് പൊളിച്ച് വൃത്തിയാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ കൊടുക്കുന്ന നേർച്ചയാക്കി. അത് അള്ളാഹ്ക്കുള്ള നേർച്ചയാണ്. ആ കോഴിയെ ആ പാവപ്പെട്ട വീട്ടുകാർക്ക് നേർച്ചയാക്കുക വഴി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നു. അത് അള്ളാഹുവിനുള്ള നേർച്ചയാണ്.
അതേ കോഴിയെ ഇന്ന് ഷെയ്ഖിന് വേണ്ടി ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാലോ? അവിടെ നേർച്ച ഒന്ന് റൂട്ട് തെറ്റി. അള്ളാഹുവിന് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അത് സൽക്കർമ്മം ചെയ്തുകൊണ്ട് പടച്ചവന്റെ പ്രീതി ആഗ്രഹിക്കാൻ വേണ്ടിയാണ്. തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി സുന്നത്തായ തിങ്കളാഴ്ച നോമ്പിനെ ഞാൻ എനിക്ക് വേണ്ടി ഫർളാക്കുന്നു പരലോകത്ത് രക്ഷപ്പെടാൻ. അവിടെ പ്രീതി ആയിരുന്ന, പ്രതിഫലായിരുന്ന, കാവലായിരുന്ന പടച്ചവൻ. ഇന്ന് ഷെയ്ഖിന് വേണ്ടി ഞാൻ നേർച്ചയാക്കുന്നു പറഞ്ഞാൽ ആ ഷെയ്ഖിന്റെ കാവല് കിട്ടാൻ, ആ ഷെയ്ഖിന്റെ പ്രീതി കിട്ടാൻ. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ നടത്തിയ നേർച്ച. അതാണ് നേർച്ച ഉണ്ട്, സംശയമല്ല. നിങ്ങൾ ഒരിക്കലും ഇബ്രാഹിം നബിക്ക് നേർച്ച കൊടുക്കരുത്, ഇസ്മായിൽ നബിക്ക് നേർച്ച കൊടുക്കരുത്. അങ്ങനെ നേർച്ച കൊടുത്താൽ അത് അവർക്കുള്ള ഇബാദത്തായി മാറും. അവരിൽ നിന്ന് അവരുടെ കാവല് കിട്ടാൻ, അവരുടെ നിന്ന് നന്മ കിട്ടാൻ, അവരുടെ പ്രീതി കിട്ടാൻ. ചില സ്ഥലത്തൊക്കെ കാണാം, മോനെ കോഴി എറിയരുത്, ശക്തമായി കല്ലെടുത്ത് എറിയുമ്പോ അറിയോ അത് ഷെയ്ഖിന്റെ പേരിൽ നേർച്ചാക്കിയ കോഴിയാണ്, ഷെയ്ഖിന്റെ കുരുത്തൊക്കെ കിട്ടും. ഷെയ്ഖിന്റെ അടുത്തുനിന്ന് അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്തോ ഒരു ഉപദ്രവം നമുക്ക് വരും. അങ്ങനെ വിചാരിക്കാൻ ഒരുത്തനേ ഈ ലോകത്തുള്ളൂ, അത് റബ്ബാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനായി ആരും തന്നെ ഇല്ല. അപ്പൊ സഹോദരങ്ങളെ, നേർച്ച പൂർണ്ണമായും വഴിതെറ്റിപ്പോകുന്നത് റബ്ബിന് മാത്രം കൊടുക്കേണ്ട നേർച്ച റബ്ബല്ലാത്തവരിലേക്ക് തിരിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ കലിമത്ത് തൗഹീദ് തകർന്നു പോകും. അപ്പൊ നേർച്ച നേർന്ന ഷെയ്ഖിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബിക്ക് നേർച്ച, ഇബ്രാഹിം നബിക്ക് കുഴപ്പമില്ലല്ലോ. ഇബ്രാഹിം നബി ഇത് പഠിപ്പിച്ചോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ആളുകളോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആളുകൾ ആർക്ക് നേർച്ച നേരുന്നു അവരെ കുറ്റം പറയണ്ട. കബറിൽ മരിച്ചു കിടക്കുന്ന ആൾക്കാർക്ക് നേർച്ചു, കബറിലെ ആൾക്കാർ എന്ത് ചെയ്തു അവരത് അറിയുന്ന പോലുമില്ല. കബറാളികളെ നമ്മൾ കുറ്റം പറയണ്ട. ഏത് ഷെയ്ഖമാരെ പേരിൽ ആ ഷെയ്ഖിനെ കുറ്റം പറയണ്ട. പക്ഷെ ആ ഷെയ്ഖ് പഠിപ്പിക്കാത്ത കാര്യം, ഉദാഹരണമായി മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആളുകൾ ദീനിൽ നകന്നപ്പോ ജനങ്ങളെ ദീനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്റെ സമ്പത്തും ആരോഗ്യവും ഒക്കെ പരിശ്രമിച്ച ആളാണ് മുഹയ്യിദ്ദീൻ, ദീനിനെ ജീവിപ്പിച്ചവൻ എന്ന അപരനാമത്തിൽ പിന്നീട് അറിയപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി. അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. എന്നാൽ അദ്ദേഹം ഈ ലോകത്ത് വിട പറഞ്ഞതിന് ശേഷം കുട്ടികളാരും സംസാരിക്കരുത്, ജുമ ബാധിക്കും. എല്ലാവരും മുന്നോട്ടിരിക്കും, ഇത് എല്ലാ വെള്ളിയാഴ്ച ഖത്തീബ് പറയേണ്ട കാര്യമാണ്. മുന്നോട്ടിരിക്കും എല്ലാവരും. പ്രധാനപ്പെട്ട ഒരു ഇബാദത്തല്ലേ, അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത്, എന്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർ കുറ്റം പറഞ്ഞില്ല? റസൂലുള്ള പറഞ്ഞത് ഇബ്രാഹിം നബിക്ക് ഒരു കുറ്റമില്ല, പക്ഷെ ഇബ്രാഹിം നബിക്ക് നേർച്ച കൊടുക്കാൻ പറ്റില്ല. അതേപോലെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നേർച്ച പറ്റില്ല. അതിന്റെ അർത്ഥം ആ മരിച്ചു കിടക്കുന്ന ആൾ മോശമാണെന്നല്ല, അത് നമ്മൾ വിധി എഴുതേണ്ട കാര്യമില്ല. നേർച്ച ഇബാദത്ത് പടച്ചോന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതിലൊരു അബദ്ധം വരാതിരിക്കാൻ നമ്മൾ ബോധപൂർവം പരിശ്രമിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരൂരിനടുത്ത് ഒരു ആന ഇടഞ്ഞു. ആന എന്തിനാണ് കബറിന്റെ അടുത്ത്? ആനക്ക് എന്താണ് കബറിന്റെ അടുത്ത് പണി? മനുഷ്യന് കബറിന്റെ അടുത്തൊരു പണിയുണ്ട്. നമ്മുടെ ഈ എടയന്നൂരിന്റെ അടുത്ത് കബർസ്ഥാനുണ്ട്. ആ കബർസ്ഥാനിൽ നമുക്കൊക്കെ ഒരു പണിയുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ഒഴിവുള്ള സമയത്ത് ആ കബർസ്ഥാനിൽ പോവാം. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ് കബറാളികൾക്ക് സലാം പറയാം. എന്നിട്ട് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ, ഉമ്മയുപ്പ ഉണ്ടോ, കഴിയുമെങ്കിൽ ആ കബറിന്റെ അടുത്ത് തന്നെ നിൽക്കുക. നിർബന്ധമല്ല. നമ്മൾ പാതിരാ സമയത്താണ് നമ്മൾ നാട്ടിലെത്തിപ്പോ കബർസ്ഥാനിൽ പോകാൻ തോന്നി. അപ്പൊ ഉമ്മാന്റെ കബർ എവിടാന്ന് അറിയാത്തോട് പോകാതിരിക്കുക. സിയാറത്തുൽ ഖുബൂർ, കബറുകൾ സിയാറത്ത് ചെയ്യാന്നാണ് ഹദീസില്. ആ കബർസ്ഥാനിൽ എത്തിയാൽ മതി. പക്ഷെ നമ്മുടെ ഉമ്മയുടെ കബറിന്റെ അടുത്ത് തന്നെ എത്തിയാൽ, ഉപ്പയുടെ കബറിന്റെ, നമ്മുടെ സുഹൃത്തിന്റെ കബറിന്റെ അടുത്ത് തന്നെ എത്തിയാൽ നമുക്ക് കുറച്ചുകൂടി ആ പ്രാർത്ഥനക്ക് കുറച്ചുകൂടി ഒരു ശക്തി കിട്ടും. അപ്പൊ അവിടെ എത്തിയിട്ട് നമ്മൾ ഹംദും സ്വലാത്തും പറഞ്ഞു, പടച്ചവനെ എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാനാണ് കബറിന്റെ അടുത്ത് പോകേണ്ടത്. റസൂലുള്ള പഠിപ്പിച്ചത് കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കബറാളികൾക്ക് സംസാരിക്കുന്ന മക്കൾ, എനിക്ക് കുത്തുബ മുന്നോട്ട് പോലും, അതുകൊണ്ടാണ്. പ്ലീസ്, മറ്റൊരാൾ സംസാരിച്ച എന്റെ സംസാരമായിട്ട് മുറിഞ്ഞു പോകും, സോറി. അപ്പോൾ കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കബറിന്റെ അടുത്ത് പോകേണ്ടത്. 2, നമുക്ക് പരലോകത്തെപ്പറ്റി, മരണത്തെപ്പറ്റി ഓർമ്മ വരാൻ. പടച്ചോനെ, ഞാനും ഇങ്ങനെ കബറിലെത്തുമല്ലോ എന്ന ചിന്തയുണ്ടാകാൻ, കണ്ണുനീര് വരാൻ, ഇതിനാ കബറിന്റെ അടുത്ത് പോകേണ്ടത്. അപ്പൊ കബറിന്റെ അടുത്ത് നമുക്ക് പണിയുണ്ടോ? പണിയുണ്ട്. എപ്പോഴും നമുക്ക് കബറിന്റെ അടുത്ത് പോകാം. 2 കാര്യങ്ങൾക്ക് വേണ്ടി: കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് പരലോകത്തെ കുറിച്ചും. ഞാൻ അങ്ങനെ അടിച്ചു പൊളിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് വൃത്തികേട് കാണിച്ച് നിസ്കരിക്കാതെ ഉമ്മാനെ വെറുപ്പിച്ച് നടന്നിട്ട് ഞാൻ ഇങ്ങനെ കബറിലെത്തും.
അപ്പൊ എനിക്ക് ആരും ഉണ്ടാവില്ലല്ലോ എന്ന ചിന്ത നമുക്കുണ്ടാകാൻ നമ്മൾ കബറിന്റെ അടുത്ത് പോകണം. എന്നാൽ ഈ പുതിയങ്ങാടിയിൽ തിരൂരടുത്ത് ആന എന്തിനാ കബറിന്റെ അടുത്ത് പോയത്? ആനക്ക് എന്ത് പറയലോക? ആന ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കോ? അവിടെയാണ് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം. ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ പല ഇത്തരം നേർച്ചകൾക്കും ആനകളുണ്ട്, ആനകൾ വരാറുണ്ട്, തൃശൂർ പൂരത്തിനുണ്ട്. നമ്മൾ അതിനെ പരിഹസിക്കാനൊന്നും പോകേണ്ടതില്ല. എന്നാൽ ഇസ്ലാമിൽ എങ്ങനെ ഈ ആന എത്തി? അവിടെയാണ് പ്രശ്നം. അപ്പൊ അവിടെ എത്തിയത്, അവിടെ ഒരു അനാചാരം ഉള്ളത് കൊണ്ടാണ് ആന അവിടെ എത്തിയത്. ആചാരമാണെങ്കിൽ ആന വേണ്ട. നമ്മുടെ എടയന്നൂർ ഖബർസ്ഥാനിൽ ആന വരുന്നില്ലല്ലോ, ഇല്ല. എന്തേ കാര്യം? അവിടെ ആചാരമാണുള്ളത്. ആളുകൾ പോകുന്നു, കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് തിരിച്ചു പോരുന്നു. അപ്പൊ ആചാരമാണത്. അനാചാരം വന്നു. അതെന്താണ്? ഖബർ ബിസിനസ് ആക്കുക, ഖബർ കെട്ടിപ്പൊക്കുക, പച്ച വിരിക്കുക, അവിടെ ഒരു ഭണ്ഡാരം വെക്കുക. അപ്പൊ ആൾക്കാരൊക്കെ വരുവിൻ എന്ന് പറയാ. എന്തിനാ വരുന്നത്? ഉദ്ദേശങ്ങൾ സഫലിച്ചിട്ട്. അറിയോ, നമുക്കൊരു കുട്ടിയില്ലായിട്ട് ഈ ജാറത്തിൽ കുട്ടീനെ കിട്ടി, ഒന്നായിട്ട് പാട്ടായി, എന്നാ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ? പടച്ചോനോട് പറയേണ്ട കാര്യം ഖബറിന്റെ അടുത്ത്. കോഴിക്കോട് ഇടിയങ്ങര ഒരു ജാറമുണ്ട്. ആ ജാറത്തിലെ ഭണ്ഡാരം ഒരാൾ എന്ത് ചെയ്തു? പൊട്ടിച്ചിട്ട് അതിന്റെ പൈസ എടുത്തു പോയി. പോലീസ് കേസായി. കേസ് അന്വേഷിക്കാൻ വന്ന ഒരു അമുസ്ലിം പോലീസുകാരനായിരുന്നു. അതിന് ചോദിച്ചു, ഇവിടെ എന്തിനാ ഈ ആൾക്കാർ വരുന്നത് ചോദിച്ചു. അതോ, അത് കാണാതായ സാധനങ്ങൾ കിട്ടാൻ. അപ്പൊ പിന്നെ ഈ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ ഇപ്പൊ ഇത് ആരെടുത്തുണ്ടെന്ന് ഷെയ്ഖിനോട് ചോദിച്ചാൽ പോരെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പോലും വിഡ്ഢിത്തമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സാധനം കളഞ്ഞു പോയാൽ ഖബറിന്റെ അടുത്തേക്കല്ല പോകേണ്ടത്, മറിച്ച് റബ്ബിനോട് കൈനീട്ടുകയും അതോടൊപ്പം അത് കിട്ടാൻ ആവശ്യമായ മാർഗം നമ്മുടെ നാട്ടിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതുണ്ടാവും, അന്വേഷിക്കേണ്ടി വരും, CCTV പരിശോധിക്കേണ്ടി വരും, അതിനാ പോകേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് അവിടെ എത്തി? ആചാരത്തിനപ്പുറത്ത് അനാചാരം ഖബറിന്റെ അടുത്ത് വന്നു. അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച, ചില ആൾക്കാർ പറയാണ് നേർച്ച, പിന്നെ പുതിയങ്ങാടി നേർച്ചയിൽ അനാചാരം ഒഴിവാക്കണമെന്ന്. പുതിയങ്ങാടി നേർച്ച അനാചാര നേർച്ച തന്നെ അല്ല, ആ തെറ്റായ നേർച്ച തന്നെയാണ് അനാചാരം. പിന്നെ അവിടെ ആന മാത്രം ഒഴിവാക്കാനല്ല. അതുകൊണ്ട് അനാചാരത്തിൽ അനാചാരമല്ല ഒഴിവാക്കേണ്ടത്, അനാചാരം മൊത്തം ഒഴിവാക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, പടച്ചോനെ രക്ഷിക്കണേ എന്ന് പറയാൻ പൈസ വേണോ? വേണ്ടല്ലോ. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള പ്രാർത്ഥന എവിടെ ഉണ്ടെങ്കിലും അവിടെ പൈസ കൊണ്ടുവരും. അവിടെ വേണ്ട. ഖബറിന് കമ്മിറ്റി, ഖബറിന് പ്രസിഡന്റ്, ഖബറിന് സെക്രട്ടറി, ഖബറിന് പിന്നെ പുത്തമ്പള്ളിയിലൊക്കെ ആണെങ്കിൽ അവിടെ ഇലക്ഷനാണ്. 2 പാനല്, ഇലക്ഷൻ, പോലീസ്, കോടതി. എന്താ വിഷയം? ഖബർ. ഈ മയ്യത്തിന്റെ പേരിലുള്ള പൈസ ആർക്ക് കിട്ടണം, ആര് കൈകാര്യം ചെയ്യണം? അതിന്റെ പേരിൽ. ഇത് ഇസ്ലാമിലില്ല സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഖബർ സിയാറത്താണുള്ളത്, ഇസ്ലാമിൽ ഖബർ പൂജയില്ല. ഏതുവരെ നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാന നഗരിയിൽ ഭീമാപ്പള്ളിയിൽ ഖബറിന്റെ അടുത്ത് തവാഫുണ്ട്. തവാഫ് മദീനത്തില്ല, മദീനത്ത് തവാഫില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച പള്ളിയാണ് മദീന പള്ളി. ആ മദീന പള്ളിയിൽ പോകൽ ശ്രേഷ്ഠതയാണ്. ആ പള്ളിയിൽ നിസ്കരിച്ചാൽ 1000 ഇരട്ടി കൂലി കിട്ടും. പക്ഷെ ആ പള്ളിക്ക് തവാഫില്ല. റസൂലുള്ള വഫാത്തായപ്പോൾ മദീന പള്ളിയോട് ചേർന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ പ്രവാചകന്മാർ എവിടെ വഫാത്താകുന്നു അവിടെയാണ് ഖബർ. വീട്ടിനുള്ളിലാണ് വഫാത്തായത്, അവിടെ തന്നെയാണ് ഖബർ. ആ ഖബറിന് തവാഫുണ്ടോ? ഖബറിന് തവാഫില്ല. ഒറ്റ സ്ഥലത്തെ ഇസ്ലാമിൽ തവാഫുള്ളൂ, അത് മക്കയിൽ മാത്രം. അവിടെ എത്താൻ, മദീനയിൽ എത്താൻ, തവാഫ് ചെയ്യാൻ, മദീനയിൽ ഇബാദത്തെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, മസ്ജിദുൽ ഹറാമിൽ കഅബക്ക് ചുറ്റും മാത്രമുള്ള തവാഫ് നമ്മുടെ സംസ്ഥാനത്ത് 7 വട്ടം ഭീമാപ്പള്ളി ഉമ്മിച്ചയുടെ ഖബറ് തവാഫ് ചെയ്താൽ ഉദ്ദേശം സാധിക്കും. അതിനാണ് ഖബർ പൂജ എന്ന് പറയുന്നത്. ഖബർ പൂജ അഥവാ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് കൊടുക്കുക. ഇത് വരാൻ നമുക്ക് പാടില്ല. ഇതൊക്കെ വന്നാൽ ഇപ്പൊ എന്താ? ഇനി ആന അങ്ങോട്ട് കേട്ടു, ആൾക്കാരങ്ങോട്ട് പ്രാർത്ഥിച്ച് എന്താ കുഴപ്പം? ഒറ്റ കുഴപ്പമേ ഉള്ളൂ, മരിച്ചു പോയാൽ നമ്മുടെ വിഷയമാണ് കുഴപ്പമാകും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ആ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരു കുട്ടി പരീക്ഷയെ പാസ്സാകണമെങ്കിൽ അവന് ഓതറൈസേഷൻ വേണം. +2 പഠിക്കാത്ത ഒരു കുട്ടി കയറിയിട്ട് പരീക്ഷ എഴുതിയ മാർക്ക് കിട്ടുമോ? അവന്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. ഓൻ ബേസിക്കലി +2 അല്ല, ഓൻ കണ്ടാ +2 എന്ന് തോന്നും, പക്ഷെ ഓൻ പഠിച്ചിട്ടില്ല. ഒരു കുട്ടി കയറി പരീക്ഷ. ഇതേപോലെ ബേസിക്കലി നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു യോഗ്യത വേണം. അതാണ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി പറയേണ്ട അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ സുജൂദ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഇവിടെ ആരും യോഗ്യരല്ല, അള്ളാഹു മാത്രം. റസൂലുള്ള പോലും അതിന് യോഗ്യനല്ല. അതുകൊണ്ടാണ് അബ്ദുഹു വ റസൂലുഹു. റസൂലിനെ പറ്റി പറയുമ്പോൾ ഓരോരുത്തരും എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലും. അള്ളാന്റെ സ്ഥാനത്തേക്ക് റസൂലുള്ളയെ പോലും ഉയർത്താൻ പറ്റില്ല. അതാണ് വെള്ളിയാഴ്ച വന്നാൽ നിങ്ങൾ ദുആ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, പടച്ചോനെ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് ബറക്കത്ത് ചെയ്യണേ. ആരോടാ പ്രാർത്ഥിക്കുന്നത്? പടച്ചോനോട്. അപ്പൊ റസൂലുള്ളയെ ആദരിക്കണം, റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. ഈ സ്ഥാനത്ത് നമ്മൾ ഒരു അബദ്ധം പറ്റിയാൽ നമ്മുടെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം വിഷയം വരുമ്പോ മുസ്ലിം സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കണം. ആന പോയിട്ട് അവിടെ കാലുകൾ വരെ വരേണ്ടതില്ല. നോക്കൂ, റസൂല് പഠിപ്പിച്ചു കണ്ണ് നനയാൻ കബറിന്റെ അടുത്ത് പോകാൻ. നമ്മുടെ നാട്ടിലെ ഉറൂസ് പോയ കണ്ണ് നനയാണോ ചെയ്യുക? പൊരിക്കച്ചവടം, യന്ത്ര ഊഞ്ഞാൽ, ഇതൊക്കെ അവിടെ നടക്കുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി പോവാണ് കബറിന്റെ അടുത്തേക്ക്. കരയാനാണോ ചിരിക്കാനാണോ? ഇസ്ലാം പറഞ്ഞു കരയാൻ പോകൂ കബറിന്റെ അടുത്തേക്ക്, മരണത്തെക്കുറിച്ച് ഓർക്കാൻ പോകൂ കബറിന്റെ അടുത്തേക്ക്. ഇവിടെ ആനനെ കാണാനാ കബറിന്റെ അടുത്തേക്ക് പോകുന്നത്. ഈ വൈരുദ്ധ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ അറിയുന്ന പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുന്നു. അത്തരം ഉറൂസൊക്കെ പോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നു, അവിടെ വാഴ നടത്തി കൊടുക്കുന്നു. അവര് പറയേണ്ട ഇത് പാടില്ല എന്ന്. അവിടെയാണ് സഹോദരങ്ങളെ വിവരമുള്ളവർ ഏറ്റവും നല്ല വിവരമുള്ള വക്കീലാണ് ഏറ്റവും വലിയ ക്രിമിനലിനെ രക്ഷിക്കുക. ഇതേപോലെ ദീനിൽ നല്ല വിവരമുള്ള മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ അബദ്ധത്തിൽ നിന്ന് സമൂഹത്തെ കരകയറ്റാതെ അവരെ ആ കെണിയിൽ തന്നെ കുടുക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പഠിച്ചു മനസ്സിലാക്കി ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായ രക്ഷക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും മരണം വരാനുണ്ട്. നമുക്ക് തടുക്കാൻ പറ്റാത്ത ഒന്നാണത്. നമുക്ക് പണമുണ്ട്, ഒരു കാര്യമില്ല. നമുക്ക് പ്രതാപമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. പ്രവാചകന്മാർ വഫാത്തായി പോയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ മഹാനായ ഉമർ ഖത്താബ് സഹിച്ചില്ല. മുഹമ്മദ് എന്റെ പ്രവാചകൻ മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ വാളെടുത്ത് ഇങ്ങനെ നടക്കല്ലേ, അവനെ ഇപ്പൊ ശരിയാക്കും. തിരുത്തി ഒരാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ ആയത്തോതി എന്നിട്ട് പറഞ്ഞു, ഇതാ ആരെങ്കിലും റസൂലുള്ളാഹിയെ ആരാധിക്കുന്നുവെങ്കിൽ ഇതാ മരിച്ചു കിടക്കുന്നു, ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കും അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. പിന്നീട് മുഹത്താവ് പറഞ്ഞു, പടച്ചോനെ, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുള്ളത് എനിക്ക് വേണ്ടി ഇറക്കാൻ തോന്നിപ്പോയിന്ന്. എല്ലാ ശൗര്യം അവിടെ അവസാനിച്ചു. റസൂലുള്ളാഹി മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞു ഉമർ ഖത്താബിന്റെ വാള് ആ ഉറയിലേക്ക് തിരിച്ചുപോയി. ഒരു ഖുർആൻ ആയത്ത് കേട്ടപ്പോൾ അതേ പ്രവാചകന്മാർ അവർ വഫാത്താകുന്നവരാണ് എന്ന് കൃത്യമായി ബോധ്യം. അപ്പൊ മരിക്കാത്തവരോടാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ഉറങ്ങുന്നവരോടല്ല. ഉറങ്ങുന്നവർക്കല്ല നേർച്ച കൊടുക്കേണ്ടത്, ഉറക്കം നൽകുന്നവരാണ്. മരിച്ചവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, മരിപ്പിക്കുന്നവരോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് എന്നെന്നും ഉള്ളവനായ, എല്ലാം അറിയുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ നമ്മൾ കൂടുതൽ അറിയുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മളിൽ എത്ര പേർ സുബഹി നമസ്കരിച്ചിട്ടുണ്ട്? എന്തെങ്കിലൊക്കെ ചോദിക്കുന്നത്. അതെ, ഇന്ന് നമ്മളിൽ എത്ര പേർ സുബഹി നമസ്കരിച്ചിട്ടുണ്ട്? വളരെ പ്രധാനമല്ലേ? നമ്മൾ ഇസ്ലാം ആകുന്നതിന്റെ കലിമത്ത് തൗഹീദ് ശരിയായാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ, മുതിർന്നവരെ, സ്ത്രീകളെ, അബദ്ധം നാം തിരുത്തണം. മരണസന്ദർഭത്തിൽ തിരുത്താൻ നമുക്ക് അവസരമില്ല. ബെഡിൽ കിടക്കുമ്പോ മരണത്തിന്റെ മലക്കിനെ കാണുമ്പോൾ പറയും, പടച്ചോനെ ഒന്ന് തിരിച്ചയച്ചാൽ ഞാൻ അമല് ചെയ്തോളാം, ഞാൻ നിസ്കരിച്ചോളാം. പക്ഷേ അതൊരു വാക്ക് മാത്രമാകും. അതുകൊണ്ട് ഇബാദത്തുകളിൽ നാം നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ കാരണത്താൽ ഒരു മാതാപിതാവും കരയരുത്. എന്റെ മകൻ എന്നെ ബുദ്ധിമുട്ടിച്ചല്ലോ, എന്റെ മകൾ എന്നോട് കയർത്ത് സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഞാനും ഒരു വേദന പുറത്തു വന്നാൽ അത് ദ്വയാണ്. കുട്ടികളെ, നമ്മൾ എത്ര മുന്നോട്ട് പോയാലും നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ വിധേയരാവുക റബ്ബിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സത്യവിശ്വാസികളായ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷ അവതരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരീക്ഷയിൽ ബറക്കത്തും റഹ്മത്തും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അബദ്ധങ്ങളിൽ പെടാതെ സുബദ്ധങ്ങളിലൂടെ
തെറ്റുകളിൽ പെടാതെ ശരികളിലൂടെ മുന്നോട്ട് നീങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജുമഅക്ക് പോലും സാധിക്കാതെ ആശുപത്രി ബെഡുകളിൽ ഇപ്പോഴുമുണ്ട് സഹോദരി സഹോദരന്മാരെ, ധാരാളം രോഗികൾ. അവരെ അടുത്ത് നിൽക്കുന്നവർക്ക് ആഗ്രഹമുണ്ട് ജുമഅക്ക് പോകാൻ, പക്ഷെ പെട്ടെന്ന് വിളിവരും, അവർ ജുമഅക്ക് പോകാതെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് നിൽക്കണം. അല്ലാഹുവേ, എല്ലാവർക്കും ശിഫ നൽകണമേ. രോഗികളെ പരിചരിക്കുന്നവർക്ക് നീ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഈ ലോകത്തും തിരിച്ചു പോകാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.